അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശ്വാസം കൊണ്ട് നിർഭയരാവുക എന്നതാണ് ഈ സംസാരത്തിൻ്റെ തലവാചകമായി സംഘാടകർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെ, ചില വിശ്വാസങ്ങൾ നിർഭയത്വം നൽകുന്നതാണ് എങ്കിൽ മറ്റു ചില വിശ്വാസങ്ങൾ എല്ലാ നിർഭയത്വത്തെയും തകർത്ത് കളയുന്നവയാണ്. വിശ്വാസം കൊണ്ട് മാത്രം ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്ത ധാരാളം ആളുകൾ ഉണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ വിശ്വാസങ്ങളുടെ പേരിൽ മാത്രം പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടിനുമുണ്ട് ഒട്ടനവധി ഉദാഹരണങ്ങൾ. ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം തീർച്ചയായും നമുക്ക് പരിശോധന വിധേയമാക്കേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസം എന്നത് പരിപൂർണമായ നിർഭയത്വം നൽകുന്ന വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിൽ ബഹുദൈവ ആരാധനയാകുന്ന ബഹുദൈവ വിശ്വാസമാകുന്ന ശിർക്ക്, അന്യായം, അധർമ്മം അത് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് നിർമാർഗം പ്രാപിച്ചവരുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കേവലം ഒരു അവകാശവാദമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായ ഏകദൈവ വിശ്വാസമാണ്, ഏകദൈവ ആരാധനയാണ്. മറ്റു ഒട്ടുമിക്ക മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം ഉള്ളത് പലരെയും ആരാധ്യരായി കാണുന്ന ദൈവ അവതാരമായി ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരെയെല്ലാം ആരാധിക്കുന്ന പ്രവണതയാണ്, വിശ്വാസമാണ് മറ്റിതര മതവിശ്വാസങ്ങളെല്ലാം ഉള്ളത് എങ്കിൽ ഇസ്ലാം അതിൽ നിന്ന് പൂർണ്ണമായും വ്യതിരിക്തമാണ്. മറ്റു മതസ്ഥർക്ക് സിദ്ധന്മാരും ദിവ്യന്മാരും ആൾ ദൈവങ്ങളും ഭാവി പ്രവചിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവാചകക്കാരുമൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം അതിനെ യാതൊരു നിലക്കും അംഗീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു ഉദാഹരണമായി പറയുന്നു, ളറബല്ലാഹു മസലൻ റജുലൻ ഫീഹി ശുറകാഉ മുതശാകിസുൻ വറജുലൻ സലമൻ ലിറജുൽ ഹൽ യസ്തവിയാനി മസല. അതെ, അല്ലാഹു തആല ഒരു ഉദാഹരണമായി പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ, അയാൾ ഫീഹി ശുറകാഉ മുതശാകിസുൻ, പരസ്പരം വഴക്കടിക്കുന്ന ഒരുപാട് ഉടമക്കാർക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനും ഒരാൾക്ക് മാത്രം കീഴ്പ്പെട്ട് ഒരാളുടെ കൽപ്പനാനിർദ്ദേശങ്ങളെ മാത്രം പാലിച്ച് അയാളുടെ എല്ലാ താല്പര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അയാൾക്ക് കീഴിൽ ജീവിക്കുന്ന മറ്റൊരു മനുഷ്യനും, ഈ രണ്ടുപേരും തുല്യമാകുമോ? ഒരിക്കലുമില്ല, രണ്ടുപേരും തുല്യമാവുക ഇല്ല. എങ്കിൽ എന്നതുപോലെ തന്നെയാണ് ബഹുദൈവങ്ങളെ സ്വീകരിക്കുന്നവരും ഏകദൈവത്തെ സ്വീകരിക്കുന്നവരുമെന്നാണ് ഇസ്ലാം ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് കണിശമായ തൗഹീദാണ്. ഏകദൈവ വിശ്വാസം എന്ന് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ എല്ലാം ആ ദൈവത്തിന് മാത്രമാണ് എന്ന എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല ഏകനാണ് എന്ന വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അല്ലാഹു തആലക്ക് മാത്രമാണ്, ദൈവത്തിന് മാത്രമാണുള്ളത്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട വല്ലതും വല്ല സൃഷ്ടിക്കുമുണ്ട് എന്ന് വല്ലവരും വിശ്വസിച്ചാൽ തന്നെ അത് വലിയ മഹാപാപമായി, ആ സൃഷ്ടാവിൽ പങ്കുചേർക്കലായി, ദൈവത്തിൽ പങ്കുചേർക്കലായി, ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി ശിർക്കായി പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. അഥവാ ബഹുദൈവ വിശ്വാസത്തിന്റെ ഒരു കണിക പോലും കടന്നു വരാൻ യാതൊരു പഴുതും നൽകാതെ പൂർണ്ണമായും ലോകസൃഷ്ടാവായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിന്റെ വിശ്വാസത്തെ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാണ്, അവൻ അഹദാണ്. എന്താണ് അഹദ്? അഹദ് എന്ന പദം ഒരുപക്ഷെ മലയാളത്തിൽ ഏകൻ എന്നർത്ഥം പറയാമെങ്കിലും
കേവലം അത് ഏകനെന്ന ആ പദം മാത്രം പോരാ. ഖുർആൻ വ്യാഖ്യാതാക്കളതിന് വിശദീകരണം നൽകി. അഹദ് എന്ന് പറഞ്ഞ ഹുവൽ വാഹിദ് അല്ലദീ ലാ നദീറ ലഹു വലാ വസീറ വലാ നദീദ വലാ ശബീഹ. ആ അല്ലാഹു തആലാക്ക് തുല്യനായ ആരുമില്ല, പങ്കുകാരില്ല, സാദൃശ്യപ്പെടുന്നവരില്ല, ഏതെങ്കിലും അർത്ഥത്തിൽ സഹായികളായ തുല്യന്മാരായ ആരും തന്നെ ഇല്ല. റഹ്മാനായ റബ്ബിന് തുല്യനായി ആരുമില്ല, ഒരു പങ്കുകാരനുമില്ല എന്നർത്ഥം. അതെ, അല്ലാഹു തആല ഏകനാണ്. അഹദും ഫീ ദാതിഹി, അഹദും ഫീ സിഫാതിഹി, അഹദും ഫീ അഫ്ആലിഹി, അഹദും ഫീ അസ്മാഇഹി. അവന്റെ സത്തയിൽ അവൻ ഏകനാണ്, അവന്റെ നാമങ്ങളിൽ അവൻ ഏകനാണ്, അവന്റെ വിശേഷണങ്ങളിൽ അവൻ ഏകനാണ്, അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്, എല്ലാത്തിലും ഏകനാണ്. അത് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് തുല്യനായി ആരും തന്നെ ഇല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല. അല്ലാഹു തആല സമീഅാണ്, ബസീറാണ്, അലീമാണ്, ഖദീറാണ്. ഇതെല്ലാം സ്ഥാപിച്ച അതേ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ശൂറയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ലൈസ കമിസ്ലിഹി ഷൈ, അവനെ പോലെ യാതൊന്നുമില്ല, ഒരർത്ഥത്തിലും സമാനമില്ലാത്തവനാണ് അല്ലാഹു തആല എന്നാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. നാമങ്ങളിൽ പോലും റഹ്മാനായ റബ്ബിനോട് തുല്യനാകുന്ന ആരും തന്നെ ഇല്ല എന്നാണ്. ഖുർആന്റെ ചോദ്യം കാണാം, ഹൽ തഅലമു ലഹു സമീയ. അല്ലാഹു തആലാക്ക് നാമമൊത്തവനെ, പേരൊത്തവനെ നിനക്കറിയുമോ എന്നാണ് റബ്ബിന്റെ നിഷേധഭാവത്തിലുള്ള ചോദ്യം. അഥവാ പേരിൽ പോലും യോജിക്കുന്നവനില്ല. റഹ്മാനായ റബ്ബിന്റെ പേരുകൾ അവനു മാത്രമേയുള്ളൂ, അവന്റെ വിശേഷണങ്ങൾ അവനു മാത്രമേയുള്ളൂ, അവന്റെ എല്ലാത്തരം പ്രവൃത്തികളും അവനു മാത്രമുള്ളതാണ്. അവന്റെ സത്ത അവന്റേതു മാത്രമാണ്. ആ സത്തയിലോ അവന്റെ പ്രവൃത്തികളിലോ അവന്റെ നാമങ്ങളിലോ വിശേഷങ്ങളിലോ ഒന്നിൽ പോലും വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവിടെ തുല്യനായി ആരും തന്നെ ഇല്ല, ഒന്നുമില്ല എന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനം. അഥവാ സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. സൃഷ്ടി, സൃഷ്ടാവ് ഈ രണ്ടേ ഉള്ളൂ. അതിലൊരിക്കലും സൃഷ്ടാവും സൃഷ്ടിയും തുല്യമാകുന്നില്ല. സൃഷ്ടാവിനുള്ളതെല്ലാം സൃഷ്ടാവിന് മാത്രം. സൃഷ്ടാവും സൃഷ്ടിയും ഒരു നിലക്കും സാദൃശ്യമില്ല. ഏതെങ്കിലും സൃഷ്ടി സൃഷ്ടാവിനെ പോലെയാകുമെന്നോ സൃഷ്ടാവ് ഏതെങ്കിലും സൃഷ്ടിയെ പോലെയാകുമെന്നോ ഇല്ല, എവിടെയുമില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെ, ഈ തൗഹീദിനെ, റഹ്മാനായ റബ്ബിന്റെ ഈ ഒരു മഹത്വത്തെ, വഹ്ദാനിയത്തിനെ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന നിർഭയത്വം എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതാണ്. കാരണം എന്താ? അവൻ ആരാധിക്കുന്നത് അവന്റെ സൃഷ്ടാവിനെ മാത്രമാണ്. അവൻ കാര്യകാല ബന്ധങ്ങൾക്ക് അധീനമായി ഭയപ്പെടുന്നത് അവന്റെ സൃഷ്ടാവിനെ മാത്രമാണ്. അവൻ കാര്യകാല ബന്ധങ്ങൾക്ക് അധീനമായി പ്രതീക്ഷ വെക്കുന്നത് തന്റെ സൃഷ്ടാവിൽ നിന്ന് മാത്രമാണ്. അദൃശ്യമാർഗത്തിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമെന്ന് അവൻ വിശ്വസിക്കുന്നത് തന്റെ സൃഷ്ടാവിൽ നിന്ന് മാത്രമാണ്. അതിനാൽ അവന്റെ പ്രാർത്ഥന ആ സൃഷ്ടാവിനോട് മാത്രം, അവന്റെ തേട്ടങ്ങൾ മുഴുവൻ ആ സൃഷ്ടാവിനോട് മാത്രം. അവന്റെ നേർച്ചയും വഴിപാടുകളും സത്യം ചെയ്യലുകളും തുടങ്ങി അവന്റെ മനസ്സിന്റെ അവലംബം പോലും തന്റെ സൃഷ്ടാവിന്റെ നേരെയല്ലാതെ ഒരു സൃഷ്ടിയിലേക്ക് അവന്റെ മനസ്സ് പോലും പോകുന്നില്ല. ഒരു പ്രാർത്ഥന പോലും ഒരു സൃഷ്ടിയിലേക്ക് പോകുന്നില്ല. എല്ലാം സൃഷ്ടാവിന്റെ നേരെ മാത്രം. ഒരു സിദ്ധനെയും ഒരു ജ്യോത്സനെയും ഒരു ദർഗയെയും ഒരു ബീവിയെയും ഒരു നൂലിനെയും ഒരു ചരടിനെയും ഒരു തകിടിനെയും ഒരു ഭസ്മത്തെയും ഒരു വൃക്ഷത്തെയും ഒരു ആൽത്തയെയും ഒരു പക്ഷിയെയും ഒരു മൃഗത്തെയും ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും ഇല്ല ഒന്നിനെയും കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അവൻ പ്രതീക്ഷിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. ഒരു ശർറും ഒരു ദോഷവും അവനിൽ നിന്നും അവൻ ഒരിക്കലും ഭയപ്പെടുന്നുമില്ല. ആ നിലക്ക് അദൃശ്യമായി അഭൗതിക മാർഗത്തിലൂടെ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി അവൻ ഭയപ്പെടാനുള്ളത് തന്റെ സൃഷ്ടാവിനെ മാത്രമാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ ആ കൽപ്പന, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. റഹ്മാനായ റബ്ബിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന് എന്തെങ്കിലും അധർമ്മം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ശിർക്ക് അതിലേക്ക് കൊണ്ടുവരാത്ത ആളുകൾ, ആ സൃഷ്ടാവിനോട് സൃഷ്ടിയെ തുല്യപ്പെടുത്താത്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് അമ്നുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് വിശുദ്ധ ഇസ്ലാം കൃത്യമായി പരിചയപ്പെടുത്തി. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഇത് കേവലമായ ഒരു അവകാശവാദമല്ല. ഈ ഒരു വിശ്വാസം, ഈ തൗഹീദ് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ച് ആ വിശ്വാസിക്കുണ്ടാകുന്ന നിർഭയത്വം അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഈ നിർഭയത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലർക്കും അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. എന്തുകൊണ്ട്? കാരണം മറ്റൊന്നുമല്ല, ഈ തൗഹീദിന്റെ
വ്യക്തമായ ഒരു സംശയത്തിനും പഴുതില്ലാത്ത ഏതു സാധാരണക്കാലും കൃത്യമായി ബോധ്യപ്പെടാവുന്ന മനസ്സിലാകാവുന്ന ഈ ഒരു ഏക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ മുസ്ലിം ഉമ്മത്തിലെ പലരും വഴിമാറി സഞ്ചരിച്ചു എന്ന് തന്നെയാണ് ആ നിർഭയത്വം നഷ്ടപ്പെടാനുള്ള കാരണമായി മാറിയത്. ചിലരൊക്കെ സൃഷ്ടാവിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തിയപ്പോൾ മറ്റു ചിലർ സൃഷ്ടികളെ സൃഷ്ടാവിനോട് തുല്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തമായ കക്ഷികളെ നാം പരിശോധന വിധേയമാക്കിയാൽ അവർക്കെല്ലാം ഈ വിഷയത്തിൽ സംഭവിച്ച അബദ്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. സമസ്തയുടെ ആദർശം സ്വീകരിക്കുന്ന ആളുകളുടെ വിശ്വാസം പരിശോധിച്ചാൽ എന്താ സഹോദരങ്ങളെ അവർ വിശ്വസിക്കുന്നത്? അവരുടെ വിശ്വാസപ്രകാരം സൃഷ്ടാവിന്റെ അതേ കഴിവുകൾ സൃഷ്ടിക്കുമുണ്ട് എന്നാണ്. സൃഷ്ടാവിന് ഉള്ള കഴിവുകൾ മുഴുവനും സൃഷ്ടിക്കുമുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അള്ളാഹു കാണും പോലെ കാണുമെന്ന്, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന്, അള്ളാഹു അറിയും പോലെ അറിയുമെന്ന്, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്ന് പല സൃഷ്ടികളെയും കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുന്നു. CM സ്മരണിക എന്ന പേരിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു പ്രസിദ്ധീകരണമുണ്ട്. ഏതാണ്ട് 10-30 കൊല്ലങ്ങൾ കഴിഞ്ഞു ആ പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയിട്ട്. ആ CM സ്മരണികയാണ് മലയാളത്തിൽ എഴുതി വെച്ചത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ്. അവിടെയാണ് പറഞ്ഞത് അള്ളാഹു കാണും പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു തല കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു തല പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ്. അഥവാ റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളെ, അവന്റെ വിശേഷണങ്ങളെ ചില സൃഷ്ടികൾക്ക് അവർ വകവെച്ചു കൊടുക്കുന്നു. ഇത് എഴുതുക മാത്രമല്ല, ഇത് പച്ചയായി പ്രസംഗിക്കുകയും ചെയ്തു. 1, 2, 3, 4, 5 പ്രഭാഷണങ്ങളല്ല, ഒറ്റ സംസാരത്തിന്റെ ഒരു ചെറിയ ഭാഗം സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പ്രസംഗം സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. അപ്പൊ കണ്ടോ, അള്ളാഹു അറിയുന്ന പോലെ അറിയുമെന്നല്ല, അള്ളാഹു അറിയുന്നതൊക്കെ അറിയുമെന്നാ പറഞ്ഞത്. പക്ഷെ അപ്പുറത്ത് എഴുതിയതോ അള്ളാഹു അറിയുന്ന പോലെ അറിയുമെന്നുമാണ്. അപ്പോൾ അള്ളാഹു അറിയും പോലെ അറിയും, ചെയ്യും പോലെ ചെയ്യും, അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് എഴുതി വെക്കുന്നു. ഇപ്പുറത്തെ പ്രസംഗിക്കുന്നു അള്ളാഹു അറിയുന്നതെല്ലാം അറിയും. എന്താ വ്യത്യാസമുള്ളത്? അള്ളാഹുവിന് മാധ്യമങ്ങൾ ആവശ്യമില്ല, ഇവർക്ക് മാധ്യമങ്ങൾ ആവശ്യമുണ്ട്. ആ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. ആ വ്യത്യാസം മാറ്റിവെച്ചാൽ പിന്നെ അള്ളാഹു അറിയുന്ന എല്ലാം മഹാന്മാരും അറിയുമെന്ന് ഇവര് പറഞ്ഞു വെച്ചു. ഇതിന്റെ ഫലമായി മുസ്ലിം ഉമ്മത്തിന് നിർഭയത്വം നഷ്ടപ്പെട്ടു. റഹ്മാനായ റബ്ബിനെ മാത്രം ഭയപ്പെടുക എന്ന സ്ഥാനത്ത് നിന്ന്, റഹ്മാനായ റബ്ബിനെ മാത്രം പ്രതീക്ഷിക്കുക എന്നിടത്ത് നിന്ന് പിറകോട്ട് പോയി പകരം പലതിനെയും ഭയപ്പെടുന്ന, പലരെയും പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് സമുദായം മാറി. പച്ചപ്പുലപ്പെട്ട് ആര് രംഗത്ത് വന്നാലും ശരി, തങ്ങളെന്ന് ആര് സ്വയം പരിചയപ്പെടുത്തിയാലും ശരി, അവരെല്ലാം ഭയപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടായി. ദർഗകളിലേക്ക്, ജാറങ്ങളിലേക്ക് തങ്ങളുടെ ആഗ്രഹസഫികൾക്കായി യാത്ര പോകുന്ന ആളുകളുടെ എണ്ണം കൂടി. ഉറുക്കിലും നൂലിനും ഏലസിലുമെല്ലാം അഭയം തേടുന്ന ആളുകളുണ്ടായി. കറാമത്തിന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ ചുട്ടു ചാമ്പലാക്കാൻ കഴിവുള്ള ആളുകളാണ് എന്ന് പലരെയും കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുകയും അവരെ കാണുമ്പോഴേക്ക് പേടിച്ച് പഞ്ചപുച്ഛമടക്കി വല്ല കുരുത്തക്കേടും തട്ടുമോ എന്ന് ബേജാറായി നടക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ശരീരത്തിൽ നൂലും ചരടും ഏലസുമില്ലാത്ത സാധാരണക്കാരുടെ എണ്ണം കുറവാകുന്ന സാഹചര്യമുണ്ടായി. കറുത്ത വളയും കറുത്ത ചരടും അതേപോലെയുള്ള വ്യത്യസ്തമായ രക്ഷാബന്ധനങ്ങളുമൊക്കെ രക്ഷകരായി രംഗത്ത് വന്നു. അവസാനം നമ്മൾ കേട്ടത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം, ഈ ലോകത്തിന്റെ മൊത്തം നിയന്താവ് വരെ കോഴിക്കോട്ടുകാരനാണ്, ഈ നാട്ടുകാരനാണ് എന്ന് പറയുന്നിടത്തേക്ക് അത്തരം ആളുകൾ എത്തി. ഇതിനെല്ലാമുള്ള ഏക ന്യായം എന്താ? അള്ളാഹു കൊടുത്ത കഴിവാണ്, വിശ്വസിച്ചാൽ മതി എന്നാണ്. അള്ളാഹുവിനുള്ള അതേ കഴിവ് അവർക്കെല്ലാം ഉണ്ടാകും. അഭൗതികമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, അത് ഏതു മഹാന്മാർക്കും ഉണ്ടാകാം. പക്ഷേ അത് അള്ളാഹ് കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി. റബ്ബിൻ്റെത് സ്വയമുള്ളത്, മഹാന്മാരുടെ അള്ളാഹു തആല നൽകിയത് ഈ വിശ്വാസമാണോ എന്നാ പ്രശ്നമില്ല, ശിർക്കല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉമ്മത്തെത്തിപ്പെട്ട ദുരവസ്ഥയാണ് സഹോദരങ്ങളെ നമ്മൾ കേട്ടത്. ഈ ഒരു വിശ്വാസവുമായി സമസ്ത എന്ന് പല സംഘം രംഗത്തിറങ്ങിയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായി അതിനെതിരായി, ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായി രംഗത്തിറങ്ങി. കഴിഞ്ഞ 100 കൊല്ലക്കാലം സംഘടനാപരമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഈ ദഅ്വാ രംഗത്ത് അതിശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ഇറങ്ങി. ഈ അന്ധവിശ്വാസങ്ങളെ മുഴുവൻ
പിഴുതെറിയാനായി മുജാഹിദ് പ്രസ്ഥാനം ഊന്നി പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാന ആശയമായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ എന്നത്. സമസ്തയുടെ വാദം അതല്ല. കാര്യകാല ബന്ധങ്ങൾക്കതീതമായ കഴിവുകൾ അള്ളാഹുവിനുമുണ്ട്, സൃഷ്ടികൾക്കുമുണ്ട്. അള്ളാഹുവിന്റെ സ്വയമുള്ളത് സൃഷ്ടിക്ക് അള്ളാഹു നൽകിയത്. അഭൗതികമായ കഴിവുകൾ അള്ളാഹുവിനുമുണ്ട്, മഹാന്മാർക്കുമുണ്ട്, ജിന്നിനുമുണ്ട്, മലക്കിനുമുണ്ട്. അള്ളാഹുവിന്റെ സ്വയമുള്ളത് അവർക്കെല്ലാം അള്ളാഹു നൽകിയത്. ഇതാണ് സമസ്തയുടെ ആശയം. അതിനെതിരായി മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ 100 കൊല്ലമായി ഇവിടെ ശക്തമായി രംഗത്തിറങ്ങി പഠിപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് അത് തന്നെയായിരുന്നു. അത്തരം കഴിവുകൾ ഒരു സൃഷ്ടിക്കുമില്ല എന്നതായിരുന്നു. കാര്യകാല ബന്ധങ്ങൾക്കതീതമായി അഭൗതികമായ മാർഗത്തിലുള്ള കഴിവുകൾ ഒരു സൃഷ്ടിക്കുമില്ല. അത് റഹ്മാനായ റബ്ബിന് മാത്രമേയുള്ളൂ. കാരണം എന്താ? ആ കഴിവുകൾ അല്ലാഹു അല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ റഹ്മാനായ റബ്ബിന്റെ കഴിവ് ഒരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കലായി മാറി. അത് കൊടുത്ത കഴിവ് എന്ന ഒരു ന്യായം പറഞ്ഞതുകൊണ്ട് മാത്രം ശിർക്കല്ലാതായി മാറുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ 100 കൊല്ലക്കാലം മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പഠിപ്പിച്ചത്. ധാരാളം ഗ്രന്ഥങ്ങൾ, ധാരാളം ലേഖനങ്ങൾ അവിഷയമായി എഴുതപ്പെട്ടത് കാണാം. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ വായിക്കാം. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് ചെയർമാനായിരുന്ന കുഞ്ഞീദ് മദനി റഹിമഹുല്ല അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങൾ, ഒന്ന് ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകവും മറ്റൊന്ന് തൗഹീദ് ഇസ്ലാമിന് അടിത്തറ എന്ന പുസ്തകവും. ആ പുസ്തകത്തിന് രണ്ടിനുമായി കുഞ്ഞീദ് മദനി റഹിമഹുല്ല അദ്ദേഹം എഴുതിയ ഒരേ ആശയം, ഒരേ ആദർശം കാണാം. റഹ്മാനായ റബ്ബിനല്ലാതെ മറ്റാർക്കും ഇത്തരം കഴിവില്ല എന്നത്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധത്തിനധീനമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കധീനമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടമെന്നാണ്. അവസാനം അദ്ദേഹം വീണ്ടും എഴുതുകയാണ് ഇങ്ങനെ: എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് വ്യക്തമായി കുഞ്ഞീദ് മദനി റഹിമഹുല്ല എഴുതി വെച്ചു. അതേ ആശയം അതിനു മുമ്പേ കെ.എം. മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന് ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിന് ഇതേ ആശയം എഴുതി വെച്ചത് കാണാൻ കഴിയും. ടി.കെ. മൂസ മൗലവി റഹിമഹുല്ല, മുഹമ്മദ് മാനി റഹിമഹുല്ല, ഉമർ മൗലവി റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാരെല്ലാം വളരെ വ്യക്തമായി ഇതേ വാചകങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അവർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്നാൽ ഇത് ചോദ്യം ചെയ്യാൻ, ഇത് ഗണ്ണിക്കാനായി സമസ്തക്കാർ പല വഴികളുമായി രംഗത്ത് വരാൻ ശ്രമിച്ചു. അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ജിന്നുകളും മലക്കുകളും ഒക്കെ മനുഷ്യനെ സഹായിക്കുമെന്നും ഉപദ്രവിക്കുമെന്നും ഒക്കെ ഖുർആനിലും ഹദീസിലും ഉണ്ടല്ലോ. ഒരു മുസ്ലിം ആയത്തോടി വിശുദ്ധ ഖുർആനിൽ നിന്ന് വൽ മലായികതു ബഅദ ദാലിക ലഹീർ, മലക്കുകൾ സഹായിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നു. എങ്കിൽ വഹാബികളെ, ആ മലക്കുകളുടെ സഹായം അഭൗതികമായ മാർഗത്തിലല്ലേ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായതല്ലേ, പിന്നെങ്ങനെയാണ് നിങ്ങൾ അഭൗതികമായ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രമെന്ന് പറയുക എന്ന് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പ്രസംഗിച്ച ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾക്കാം സഹോദരന്മാരെ. ഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികതു ബഅദ ദാലിക ലഹീർ, അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അതെ, ഇതായിരുന്നു അവിടെ ന്യായം. മലക്കുകൾ സഹായിക്കുമെന്ന് ഖുർആനിലുണ്ടല്ലോ, ജിന്നുകളുടെ ഉപദ്രവങ്ങളെ ഹദീസുകൾ പഠിപ്പിക്കുന്നുവല്ലോ. ഇതൊക്കെ അഭൗതികമായ സഹായമല്ലേ, ദോഷമല്ലേ? അപ്പൊ റബ്ബല്ലാത്തതും അങ്ങനെ ചെയ്യുമെന്നല്ലേ? മുജാഹിദ് പ്രസ്ഥാനം അന്നും ശക്തമായ മറുപടി നൽകിയില്ല. മലക്കുകൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്നല്ല. ആ മലക്കുകൾക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരമേ സഹായിക്കൂ. ജിന്നുകൾക്ക് അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരമേ അവർക്ക് സഹായം ചെയ്യാനും ദോഷം വരുത്താനും സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അഭൗതികമായ കഴിവുകൾ ജിന്നുകൾക്കില്ല, മലക്കുകൾക്കില്ല, ഒരു പടപ്പിലുമില്ല. അല്ലാഹു തആലാക്ക് മാത്രമേയുള്ളൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി പഠിപ്പിച്ചു. അവർ വീണ്ടും ചോദിച്ചു, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ജിന്നുകൂടെ സഹായം ചോദിച്ച ഖുർആൻ പറയുന്നുവല്ലോ. ആരാണ് ബൽഖീസിനെ സിംഹാസനം കൊണ്ടുവരിക എന്ന് സുലൈമാൻ നബി ഇസ്ലാം ചോദിച്ചില്ലേ? ആ ജിന്നിനോട് സഹായം ചോദിച്ചപ്പോൾ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായ ചോദ്യമല്ലേ എന്ന് വലിയ ചോദ്യമായി ഉസ്താദുമാർ കൊണ്ടുവന്നപ്പോൾ KNM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം അൽ-മനാലിൽ കൊടുത്ത ചോദ്യങ്ങൾ, മറുപടികൾ അത് പിന്നെ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൽ കാണാം ഒന്നാമത്തെ ചോദ്യം തന്നെ അതാണ്, ബിൽഖീസിന് സിംഹാസനം എന്നാണ്. ബിൽഖീസിന് സിംഹാസനം എന്ന ഒന്നാമത്തെ ചോദ്യം, ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം നൽകിയ മറുപടി എന്താ? അദ്ദേഹം പറയാം, ഈ മറുപടിയിൽ ജിന്നിന് അനുസൃതമായ ശക്തിയാണ് പ്രവർത്തിക്കാധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതയുടെ പ്രശ്നമില്ല, അഭൗതികതയുടെ പ്രശ്നമില്ല എന്ന് AP എഴുതി. മാത്രമല്ല ശേഷം അതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ട് അവസാനം വീണ്ടും അദ്ദേഹം പറയാണ്, എന്തുണ്ട് ഇതിൽ ശിർക്ക്? പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടാകുമ്പോഴാണല്ലോ ശിർക്കാവുക. അഭൗതികമായ മാർഗത്തിൽ കാര്യം സാധിച്ചു തരാനുള്ള ആവശ്യപ്പെടാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിനോട് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി സല്ലല്ലാഹു ചോദിച്ച ആ ചോദ്യം അഭൗതിക മാർഗത്തിലെ ചോദ്യമല്ല, ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യമേ ചോദിച്ചുള്ളൂ. അത് അഭൗതികതയല്ല, കാര്യകാല ബന്ധങ്ങൾക്ക് അധീനമല്ല എന്ന് KNM ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹം അന്ന് നൽകിയ മറുപടിയാണ്. വളരെ വ്യക്തമായി ഈ മറുപടിയുമായി മുജാഹിദ് ഇറങ്ങി എന്ന് മാത്രമല്ല 2007 വിചിന്തനം വാരികയിൽ വളരെ വിശദമായി ഒരു മുഴുവൻ പേജ് ലേഖനം തന്നെ ഇവിഷയത്തിൽ നൽകുകയും അതിൽ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. ജിന്നുകളുടെയും മലക്കുകളുടെയും എല്ലാം കഴിവുകൾക്ക് അതീതമായ കഴിവുകൾ, അതിനെല്ലാം അപ്പുറമുള്ളവ, അതാണ് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമെന്ന് മുജാഹിദുകൾ പറഞ്ഞത്. അന്നും ഇന്നും എന്നും അതാണ് മുജാഹിദുകളുടെ നിലപാട് എന്ന് പരസ്യമായി എഴുതുകയും ചെയ്തു. അത് എഴുതാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒറ്റപ്പെട്ട ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് പറയാൻ തുടങ്ങി, ജിന്നുകളും മലക്കുകൾക്ക് അഭൗതികമായ കഴിവുണ്ട്, അവയൊക്കെ അദൃശ്യമാണ്, അതുകൊണ്ട് അഭൗതികമായ കഴിവ് അല്ലാഹു തആലയ്ക്ക് മാത്രമൊന്നുമല്ല, അങ്ങനെയൊന്നും വിശ്വസിക്കണമെന്നില്ല എന്ന് പറയുകയും എന്നാൽ അവർക്ക് സഹായിക്കുകയില്ല, ദോഷം ചെയ്യുകയില്ല എന്ന് വിശ്വസിച്ചേ പറ്റൂ എന്ന ഒരു പുതിയ കണ്ടുപിടുത്തവുമായി ചില ആളുകൾ രംഗത്തിറങ്ങി. അബ്ദുസ്സലാം സുല്ലമി എപ്പോൾ ആളുകളാണ് അതിന് മുമ്പിൽ നിന്നത്. അത് പിന്നെ ചില ആളുകൾ ഏറ്റെടുത്തു, അവർ ആ വാദവുമായി രംഗത്ത് വന്നു. അവരെങ്ങനെ പറയാൻ തുടങ്ങി, അഭൗതികമായ കഴിവുകൾ അല്ലാഹു തആലയ്ക്ക് മാത്രമൊന്നുമല്ല. 2003 ജൂൺ 20 ശബാബിൽ ലേഖനം വന്നു, അഥവാ അല്ലാഹുവിനെ മാത്രമല്ല അഭൗതികമായ കഴിവുള്ളത് എന്നാണ് ശബാബ് എഴുതുന്നു. അഥവാ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങളാലും വിശ്വസിക്കുന്നില്ല. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിമീങ്ങളാലും വിശ്വസിക്കുന്നില്ല. 2003 ജൂൺ 20 ശബാബ് വീണ്ടും പറയുന്നു, അദൃശ്യ കഴിവുകളും ആത്മീയ ശക്തികളും ജിന്നുകൾക്കും മലക്കുകൾക്കും മഹാത്മാക്കൾക്കും ഉണ്ടോ ഇല്ലേ എന്നതോ, ആ കഴിവ് ഉപയോഗിച്ച് അവർ വല്ലതും പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നതോ അല്ല സുന്നി മുജാഹിദ് തർക്കങ്ങളുടെ മർമ്മമെന്നാണ്. അഥവാ മഹാന്മാർക്കും അംബിയായിലും അതേപോലെ മലക്കുകൾക്കും ജിന്നുകൾക്കുമെല്ലാം അബോധികമായ കഴിവുണ്ടാകാം, സഹായിച്ചേക്കാം, അതൊന്നുമല്ല സുന്നി മുജാഹിദ് തർക്കത്തിന്റെ മർമ്മമെന്നുവരെ ഈ ന്യായത്തെ വെള്ളപൂശാൻ വേണ്ടി ശബാബ് 2003 ജൂൺ 20 ലേഖനം എഴുതേണ്ടി വന്നു. അത് രംഗത്ത് വന്നപ്പോൾ ഈ വിഭാഗം സമസ്തയും സന്തോഷത്തോടെ മുന്നോട്ട് വന്നു. ഹമീദ് ഫൈസി അമ്പലക്കടവ് ചന്ദ്രയിലും സത്യനാരായണനും ലേഖനം എഴുതി. അതേപോലെ സെൻസിംഗ് മാസികയിൽ ഈ വാദം എഴുതിയ അബ്ദുസ്സലാം സുല്ലമിയെ ഇന്റർവ്യൂവിൽ ക്ഷണിച്ചു. അദ്ദേഹം ചെന്നു, അഭിമുഖം നൽകി. ആ അഭിമുഖത്തിലൂടെ അവർ ഉദ്ദേശിച്ച അതേ ആശയം ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. അഭൗതികമായ കഴിവ് അല്ലാഹു തആലയ്ക്ക് മാത്രമൊന്നുമല്ല, ജിന്നുകൾക്കും മലക്കുകൾക്കുമെല്ലാം അഭൗതികമായ കഴിവുണ്ട്. എന്നാൽ അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, ദോഷം വരുത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ചോദ്യമുണ്ടായി, എങ്കിൽ സിഹിർ യാഥാർത്ഥ്യമുണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല, വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാണ്. ബദൽ മലക്കിറങ്ങി എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല, ബദൽ മലക്കിറങ്ങിയിട്ടില്ല, അത് കേവലമായ സന്തോഷ പ്രഖ്യാപനം മാത്രമാണ്. തുടങ്ങിയ വിചിത്രമായ വാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിരംഗത്ത് വന്നു. അതിനെ ഖണ്ഡിക്കാൻ കൂടിയാണ് 2007 വിചിന്തനം വാരികയിൽ അത്ര ലേഖനം വന്നത്. സഹോദരങ്ങളെ, ആ വഴിയിലേക്ക് അവരെ പോയപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് വലിയ അപകടം പിടിച്ച വാദങ്ങളുമായി പിന്നെ അവർ രംഗത്ത് വരുന്നതാണ്. ധാരാളം അപകടമായ വാദങ്ങൾ, 10 ഞാൻ ചുരുക്കി എണ്ണി പറയാം. ഈ പുതിയ വാദമായി വന്നപ്പോൾ അവർക്ക് പറയേണ്ടി വന്ന 10 അപകടമായ വാദങ്ങൾ. ഒന്ന്, അല്ലാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്ന
വാദം അഥവാ സമസ്തക്കാരന്റെ അതേ വാദം ഇവിടെ ശബാബിലൂടെ വ്യക്തമായി എഴുതി പ്രചരിപ്പിച്ചു. അതിന്റെ ഭാഗമായി ഒരുപാട് ഹദീസുകൾക്ക് വ്യാഖ്യാനം പറയേണ്ടി വന്നവർക്ക് രണ്ടാമത്തെ വാദം KNM എന്ന അന്നത്തെ ആദർശപ്രസ്ഥാനത്തെ മൊത്തത്തിൽ അവർ മുസ്ലിങ്ങളായി ചിത്രീകരിച്ചു, ശിർക്കിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. സെൻസിംഗ് മാസികയ്ക്ക് അഭിമുഖം നൽകിയപ്പോൾ ആ ചട്ടയിൽ തന്നെ അബ്ദുസ്സലാം സുലൈമിയുടെ വാചകമായി അവർ നൽകിയത് മൗലവി വിഭാഗം മുസ്ലിക്കുകൾ എന്നായിരുന്നു. അഥവാ AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുല്ലാ നേതൃത്വം നൽകുന്ന അന്നത്തെ ആദർശ മുജാഹിദുകൾ, ആദർശ KNM അവരെല്ലാം ശിർക്കിന്റെ വഴിയിലാണ്, മുസ്ലിക്കുകളാണ് എന്നാണ് AP വിഭാഗം സമസ്തയുടെ മാഗസിന് പോയിട്ട് അവര് അഭിമുഖം നൽകി പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ്, ധാരാളം ഹദീസുകളെ നിശ്ചയിച്ചു തള്ളേണ്ടി വന്നു. നാലാമത്, ഒരുപാട് ആയത്തുകൾക്കും ഒരുപാട് ഹദീസുകൾക്കും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി പുതിയ ദുർവ്യാഖ്യാനങ്ങൾ അവർ കണ്ടെത്തി. അഞ്ചാമതായി, 8 പതിറ്റാണ്ട് കാലത്തെ ആദർശ പാരമ്പര്യം അവർക്ക് നഷ്ടപ്പെട്ടു. ആറാമതായി, തൗഹീദി പ്രബോധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടി വന്നു. ഏഴാമതായി, അഹ്ലുസുന്നയുടെ നേതാക്കളെയും അവരുടെ ഗ്രന്ഥങ്ങളിലെയും ഒന്നുപോലും പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. 8 സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസുകൾ മുഴുവൻ സ്വീകരിച്ചാൽ അത് സിയോണിസമാണ് എന്ന് പച്ചയായി പ്രഖ്യാപിക്കുന്നിടത്തേക്ക് ഇന്നവർ എത്തി. 9 50ഓളം പരമ്പരയിൽ വന്ന ബുഖാരി മുസ്ലിം അടക്കം സിഹാഉസിത്തയിൽ മുഴുവൻ ഉദ്ധരിച്ചു വന്ന ഹദീസിനെ കുറിച്ച് പോലും അത് പൊട്ടൻ കഥയാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്നതിലേക്ക് അവരെത്തി. 10ാമതായി, ഹദീസുകൾ സംശയം ജനിപ്പിക്കുക വഴി ഒരുപാട് ആളുകളെ ഇസ്ലാമിന്റെ വഴിയിൽ പോയി യുക്തിവാദത്തിലേക്ക്, ലിബറൽ ചിന്താവിലേക്ക് പോകാൻ ഈ വാദങ്ങൾ നിമിത്തമായി. ഇതിനെതിരെ ശക്തമായി അന്ന് KNM രംഗത്തിറങ്ങി. എന്നാൽ പിന്നീട് 2012 ആയപ്പോൾ ഇതേ വാദം KNM എന്ന ആ പ്രസ്ഥാനത്തിന്റെ ലേബിൽ തന്നെ ചില ആളുകൾ വീണ്ടും ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വല്ലാത്ത വൈരുദ്ധ്യമായിരുന്നു. 2007 വിചിന്തനത്തിൽ ഈ എഴുതിയ അതേ ആളുകൾ 2013 ഫെബ്രുവരിയിൽ വിചിന്തനമായപ്പോൾ നേരെ തലമറിഞ്ഞുകൊണ്ട് അവിടെ മറ്റു ലേഖനം വന്നു. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ എന്ന ഹെഡിങ്ങിൽ 2 ലക്കങ്ങളിലായി അവിടെ ലേഖനങ്ങൾ വന്നു. അഥവാ എന്താണോ സമസ്ത പറഞ്ഞത്, എന്താണോ ഇത്തരം ആളുകൾ പറഞ്ഞത്, അതേ വാദം KNM ലേബലിൽ ചില ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് വീണ്ടും ഇവിടെ ജിന്നും മലക്കുമെല്ലാം ചർച്ചയായത്. അല്ലാതെ ഒരാളും ജിന്നിനെ വിളിക്കാൻ പോയിട്ടല്ല, ഒരു മുജാഹിദും വിളിച്ചിട്ടില്ല, വിളിക്കുകയുമില്ല, വിളിച്ചവന് മുജാഹിദാവുകയുമില്ല. പക്ഷേ ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും അവിടെ ചർച്ചയായി വന്നത്. സമസ്തക്കാർക്ക് ഏറെ സന്തോഷമായി. അവർ വീണ്ടും രംഗത്തിറങ്ങി, അവർ സ്വാഗതം ചെയ്തു, അഭിമുഖങ്ങൾ നൽകി. സംസ്ഥാന പ്രസിഡന്റിനെ വരെ അവർ അഭിമുഖത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സാഹചര്യമുണ്ടായി. അവരുമായി ഏറ്റുമുട്ടാൻ പിന്നെ ആയുധമില്ലാത്ത സാഹചര്യം വരെ ഉണ്ടായി. അവസാനം വാറ്റുപഴി വെച്ച് ഒരു വാദപ്രതിവാദം ഉണ്ടായപ്പോൾ അന്ന് നൗഷാദ് ചോദിക്കുകയുണ്ടായി, നിങ്ങളെ പുതിയ വാദപ്രകാരം അല്ലാഹു അല്ലാത്തവർ അഭൗതികമായി കഴിവുള്ളവരാണ് എന്നാണല്ലോ, എങ്കിൽ പിന്നെ നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ തന്നെ ശിർക്കിലാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നു, അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു അല്ലാത്തവർ അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, തേടിയാലേ ശിർക്കാകൂ എന്ന ഒരു പുതിയ വാദവുമായി രംഗത്തിറങ്ങേണ്ടി വന്നു. അന്ന് മുസ്ലിയാക്കന്മാർ ചോദിച്ചു, എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, മുഹീദ്ദീൻ ഷെയ്ഖ് അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവില്ല എന്ന് നിങ്ങൾക്ക് ഇനി സമ്മതിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ ഇളിഭ്യരാവുകയാണ് ഉണ്ടായത്. ഈ പുതിയ വാദം സ്വീകരിച്ചപ്പോൾ അവർക്കും സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിച്ച അതേ അപകടങ്ങൾ തന്നെയായിരുന്നു. അവർക്ക് സംഭവിച്ച 10 കാര്യങ്ങളെ അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇവരിലും കാണാൻ കഴിയും. ഒന്നാമത്തെ അത് തന്നെയാണ്. അഥവാ 1, അല്ലാഹു അല്ലാത്തവർക്കും അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കാം, അല്ലെ വിശ്വസിച്ചാൽ ശിർക്കല്ല എന്ന് ശബാബ് എഴുതിയ, അതുവരെ സമസ്ത പറഞ്ഞ അതേ വാദം മൂവാറ്റുപുഴയിൽ വെച്ച് പരസ്യമായി പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. 2ാമത്തെ പോയിന്റ്, യഥാർത്ഥ മുജാഹിദ് മുഴുവൻ മുസ്ലിക്കുകളായി, ശിർക്കിന്റെ ആളുകളായി മുദ്രകുത്തുന്ന സാഹചര്യമുണ്ടായി. 3ാമതായി, പല ആയത്തുകളെയും പല ഹദീസുകളെയും അവർ ദുർവ്യാഖ്യാനിച്ചു. സൂറത്തുൽ ബഖറയിലെ ആയത്ത് ഒരു കഷ്ണം മുറിച്ചിട്ടാണ് ബാക്കി ഓതാൻ ധൈര്യം വന്നത്. ഒരു ഉദാഹരണം മാത്രമാണ്. പല ഹദീസുകളും പലതും അവർക്ക് അസ്വീകാരയോഗ്യമായി മാറി. വൈകുന്നേരമായാൽ ജിന്നുകളുടെ വ്യാപനമുണ്ട് എന്ന ഹദീസിനെ ഒരു മൗലവിയുടെ തട്ടിവിടലായിക്കൊണ്ടാണ് അഴിഞ്ഞിലം സമ്മേളന സുവനീറിൽ ലേഖനമായി വന്നത്. എന്ന ഫാത്തിഹയിലെ ഏറ്റവും മർമ്മപ്രധാനമായ തൗഹീദിന്റെ പ്രഖ്യാപനം, നിന്നോട് മാത്രം സഹായം തേടുന്നുവെന്ന ആ ആയത്തിൽ നിന്ന് മാത്രമല്ല എടുത്തൊഴിവാക്കി അള്ളാഹുവോടും തേടുന്നു, മനുഷ്യന്മാരും തേടുന്നു, മറ്റാരോടും തേടാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്ന് മാത്രം ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. 6ാമത്തെ പോയിന്റ്, പിശാചിനെ പേടിക്കേണ്ടതില്ല എന്ന ഒരു പുതിയ വാദം ഉന്നയിക്കപ്പെട്ടു.
നിർവഹിക്കപ്പെട്ടു. 7ാമത്തെ പോയിന്റ്, ശിർക്കല്ലാത്ത പലതിനെയും ശിർക്കാണ് എന്ന് അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. 8ാമതായി വൽ മലായികതു ബഅദ ദാലിക വഹിയ എന്ന് ആ ആയത്തിന് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ ഓതിയ അതേ അർത്ഥത്തെ അവർക്കും അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. 9ാമത്, ആയിരക്കണക്കായ ഹദീസുകളെ നിഷേധിച്ചു തള്ളിയ ആളുകളുമായി ഐക്യപ്പെടാൻ, കൂട്ടുകൂടാൻ യാതൊരു മടിയുമില്ലാതെ അവരുമായി ഐക്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 10ാമതായി, ദഅവത്തിന്റെ പ്രബോധന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിറകോട്ട് പോയി. ഇന്ന് അവർക്ക് തൗഹീദ് പറയാൻ സാധിക്കുന്നില്ല. ഇത് ദഅവ രംഗത്തില്ല. ഇന്ന് എവിടെയും അവർക്ക് ജിന്നാണ്. ഈ നാട് മുഴുവൻ ശിർക്കുമായി മുന്നോട്ട് പോകുമ്പോൾ, മുദബ്ബിൽ ആലം കോഴിക്കോട്ടുകാരൻ തീരെഴുതി കൊടുക്കുമ്പോൾ അതിനെതിരെ യഥാർത്ഥ മുജാഹിദുകൾ തൗഹീദുമായി ഇറങ്ങിയാൽ, ആദർശ മുഖാമുഖമായി ഇറങ്ങിയാൽ, ആദർശ സമ്മേളനവുമായി ഇറങ്ങിയാൽ അവിടെയും വന്ന് പറയാൻ ഇവർക്കുള്ളതെന്ന് ജിന്നു മാത്രമാണ്. ഈ കോൺഫറൻസിന്റെ ഭാഗമായി 500 സ്ഥലങ്ങളിൽ തസ്ഫിയ എന്ന ആദർശ പ്രഭാഷണങ്ങൾ, ഇന്നേ വരെ മുജാഹിദുകൾ പ്രഭാഷണം നടക്കാത്ത പ്രദേശങ്ങളിൽ ചെന്ന് ഈ തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെയും ചെന്ന് ജിന്നു പറഞ്ഞ് സമസ്തക്കാർക്ക് വളം വെക്കാനാണ് ഇന്ന് അവർക്ക് സാധിക്കുന്നത്. ജിന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ എല്ലാ സമയത്തുമായി ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയം പ്രബോധന വിഷയമാക്കാത്ത വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത് പറയേണ്ട ഘട്ടം വന്നപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇവിടെ ചർച്ചക്കെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയെങ്കിലും ആലോചിക്കാൻ, പഠിക്കാൻ, തിരുത്താൻ, ശരിയായ ആദർശത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.